ഉരുൾപൊട്ടൽ മൂലം മണ്ണിടിഞ്ഞ് കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതർ. 28-അംഗ വിനോദയാത്രാ സംഘത്തിൽ 8 പേർ മലയാളികളായിരുന്നു. ടൂർ പാക്കേജിന്റെ ഭാഗമായാണ് ഉത്തരാഖണ്ഡിലേക്ക് പോയത്. വിവരങ്ങളുമായി ജിജീഷ് കർണാടനൊപ്പം ചേരും. ജിജീഷ്, വളരെ ആശ്വാസത്തിന്റെ വാർത്തയാണ് വരുന്നത്. ഉരുൾപൊട്ടൽ മൂലം മണ്ണിടിഞ്ഞ് കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്ന വാർത്ത, ആശ്വാസ വാർത്ത. 28-അംഗ വിനോദയാത്രാ സംഘത്തിൽ 8 പേർ മലയാളികളായിരുന്നു. അവർക്ക് ഈ ടൂർ പാക്കേജിന്റെ ഭാഗമായി പോയവരാണ്. അവർ സുരക്ഷിതരാണെന്ന സന്തോഷ വാർത്ത, ആശ്വാസ വാർത്ത വരുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണ്. ജിജീഷ് കർണാടനൊപ്പം ചേരും. ജിജീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? കൃഷ്ണ, ഇവരെല്ലാം സുരക്ഷിതരായിരിക്കുന്നു എന്ന ഒരു വിവരം തന്നെയാണ്, ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 28 മലയാളി കുടുംബങ്ങളാണ്. മലയാളി കുടുംബങ്ങളിൽ അത് 20 മുംബൈ മലയാളികളും 8 കേരളത്തിൽ നിന്നുള്ള ആളുകളുമാണ് ഉള്ളത്. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള 2 പേരാണ് ഉണ്ടായിരുന്നത്. അത് നാരായണൻ നായർ, ശ്രീദേവി പിള്ള എന്നിവരായിരുന്നു. ഇവരടക്കമാണ് ഈ 28 പേരുണ്ടായിരുന്നത്. ഇതിൽ നാരായണൻ നായരുടെയും ശ്രീദേവി പിള്ളയുടെയും എല്ലാം കുടുംബാംഗങ്ങൾ, തൃപ്പൂണിത്തുറയിലുള്ള കുടുംബാംഗങ്ങൾ, അവർ വലിയ ഒരു ആശങ്കയായിരുന്നു തുടക്കത്തിൽ പങ്കുവച്ചിരുന്നത്. കാരണം എന്തു പറ്റി എന്നത് സംബന്ധിച്ച് വിവരമില്ല. ഇത്തരത്തിൽ പ്രളയത്തിൽ മേഘവിസ്ഫോടനത്തിൽ അകപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരെ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ 8:30യോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ഈ ബന്ധുക്കളെ വിളിച്ചത്. അതിനുശേഷം അങ്ങോട്ട് വിളിക്കാനോ അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുകയോ ചെയ്തില്ല. ഇത് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കി. എന്നാൽ ഇപ്പോൾ സൈന്യം അടക്കം അറിയിച്ചിരിക്കുന്നത് ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല. അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വാഹനത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. വലിയ നീളത്തിലുള്ള ഒരു ഗതാഗത തടസ്സം അവിടെ നേരിട്ടിട്ടുണ്ട്. അങ്ങനെ യാത്രക്കിടയിൽ ഗതാഗത കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. മാത്രമല്ല, അവിടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളാകെ തകരാറിലായതിനാൽ അവർക്ക് മറ്റാരെയും ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാകാം. അതുകൊണ്ടാണ് ഈ ആളുകളെ ബന്ധപ്പെടാൻ കഴിയാത്തതും അവർക്ക് തിരിച്ച് നാട്ടിലുള്ള ബന്ധുക്കളെ വിളിക്കാൻ കഴിയാത്തതും എന്നൊരു വിവരമാണ് സൈന്യം നൽകുന്നത്. അതാണ് ഈ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഈ ആളുകൾ എല്ലാവരും പ്രായമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടിവരും. മരുന്ന് കഴിക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലും ഉണ്ടായെങ്കിലോ എന്നതാണ് മറ്റൊരു പ്രശ്നമായി നിലനിൽക്കുന്നത്. കാരണം ഇത്രയധികം നേരം ആ വാഹനത്തിൽ കഴിയേണ്ടി വരിക, അല്ലെങ്കിൽ മറ്റ് ഹോട്ടൽ മുറിയിലേക്കോ മറ്റോ മാറാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഒരു തീർത്ഥാടക സംഘത്തിൽ ഉണ്ടായിരുന്നത് മുഴുവൻ 50 വയസ്സിന് മുകളിൽ, 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രശ്നം, ആശങ്ക ഉണ്ട് എന്ന് ബന്ധുക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ രാവിലെയെല്ലാം അവരെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെയും ഒപ്പം തന്നെ തിരിച്ച് അവർക്ക് മറുപടികൾ ലഭിക്കാത്തതിൻ്റെയും ആശങ്കയായിരുന്നു എങ്കിൽ അവർ സുരക്ഷിതരാണ് എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ അത് വലിയൊരു ആശ്വാസമായി തന്നെ നിലവിൽ മാറിയിട്ടുമുണ്ട്. ശരി.